ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദേശീയപാത കോഴിക്കോട് ജില്ലയിലെ പന്തിരങ്കാവ് മുതൽ അറപ്പുഴപ്പാലം അയിഞ്ഞിലം അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോ എന്ന് നിങ്ങളെ കാണിക്കുന്നത്. പന്തിരങ്കാവ് ഫ്ലൈ ഓവറിന്റെ ഡിവൈഡറിന്റെ ഇവിടെ ഇപ്പോൾ സ്റ്റാൻഡ് ഘടിപ്പിച്ച് റോപ്പ് കട്ടിങ്, നമുക്ക് സ്ട്രീറ്റ് ലൈറ്റോ മറ്റേതോ വെക്കുന്നതിന് വേണ്ടി വളരെ ഫിനിഷിങ്ങിൽ കട്ട് ചെയ്തെടുക്കാൻ, അതായത് ഉള്ളിൽ കോൺക്രീറ്റ് ഇടുമ്പോൾ കമ്പി കണ്ടല്ലോ, അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കട്ടിങ് ചെയ്ത് അലുവ കട്ടിങ് മുകളിൽ കട്ട് ചെയ്ത് മാറ്റുന്ന ആ മെഷീൻ നമ്മൾ ഹൈലൈറ്റ് മാളിനകത്ത് ആ പാറ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ റോപ്പ് കട്ട് ചെയ്യുന്ന ആ നൂല് വജ്രമാണിത്, അതുപയോഗിച്ച് കട്ട് ചെയ്യാനുള്ള മെഷീനറീസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച ഒരു കാഴ്ചയൊക്കെയാണ് പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ റീച്ചിൽ 4 പാലങ്ങളാണ് വരുന്നത്. ഒന്ന് ഈ പന്തിരങ്കാവ് ഫ്ലൈ ഓവർ, അറപ്പുഴ പാലം, അതിന് മുന്നേ ചെറിയൊരു അണ്ടർപാസ്, അയിഞ്ഞിലം അണ്ടർപാസ്, അങ്ങനെ ഈ 4 പാലത്തിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ അവിടുന്ന് പന്തിരങ്കാവ് ഫ്ലൈ ഓവറുള്ള വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. വീഡിയോകൾ സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായും കാണുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അറപ്പുഴ പാലത്തിൻ്റെ ഏറ്റവും പുതിയ വർക്ക് കഴിഞ്ഞ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചാണ് അവിടുത്തെ ഗർഡർ ലോഞ്ചിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂരാട് ബ്രിഡ്ജ് ആ ഭാഗത്തൊക്കെയാണ് നമ്മൾ ഇതുപോലെ ഒരു ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചുള്ള ഗർഡർ ലോഞ്ചിങ് കണ്ടിട്ടുള്ളത്. അപ്പോൾ പാലത്തിൻ്റെ വർക്കുകളൊക്കെ എത്രത്തോളമായി എന്നെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ആ പാലം വരെ 6 വരിയുടെ ടാറിംഗ് വർക്കുകളും സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കും 2 സൈഡിലെ സൈഡ് വാള് ബാരിയറിൻ്റെ വർക്ക്, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഫൈനൽ ടാറിംഗ് വർക്ക് മാത്രമാണ് ഈ ഏരിയ ഉള്ളത്. ഇനി ഫൈനൽ ടാറിംഗ് വർക്കും ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകളും അതിമനോഹരമാണ് ഇവിടെ ഞങ്ങളുടെ കാഴ്ച കേട്ടോ. പ്രത്യേകിച്ച് ഏറ്റക്കുറച്ചിൽ വളവോ തിരിവില്ല, സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡാണ് പന്തിരങ്കാവ് മുതൽ അയിഞ്ഞിലം വരെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച അയിഞ്ഞിലം അറപ്പുഴ പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതോടെ നമുക്ക് പന്തിരങ്കാവ് മുതൽ രാമനാട്ടുകര ബ്രിഡ്ജ്, രാമനാട്ടുകര ഏകദേശം 6 വരിയുടെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പാലത്തിൻ്റെ ആ ഭാഗത്തെ വർക്കുകളാണ്. പില്ലറിൻ്റെ പണി കഴിഞ്ഞു, പീർ ക്യാപ്പിൻ്റെ പണി കഴിഞ്ഞു, ഗർഡർ ലോഞ്ചിങ് ആണ് അവസാന ഘട്ടത്തിലാണ്. ആ വർക്കാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അറപ്പുഴ പാലത്തിൻ്റെ ആ ഏരിയയിലേക്ക് ഏകദേശം ഈ കുറഞ്ഞൊരു ദൂരമുള്ളും അതിന് മുമ്പുള്ള ആ ചെറിയ ഒരു അണ്ടർപാസും നിങ്ങളെ കാണിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് പാലത്തിൻ്റെ അടിഭാഗത്തു നിന്നുള്ള കാഴ്ച ഇവിടുന്ന് റൈറ്റ് സൈഡിലൂടെ നമ്മൾ ഇറങ്ങി താഴ്ഭാഗത്തു നിന്നൊക്കെ വീടെടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ ഒരു ഏരിയയിൽ നമുക്കറിയാം, മുന്നൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ച തുടക്ക സമയത്ത് കരിമ്പാറകളുള്ള ഒരു ഏരിയ ആയിരുന്നു. റോഡിൻ്റെ 2 ഭാഗത്തും ഒരു 4-5 മീറ്റർ താഴ്ചയിൽ റോപ്പ് കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത് അതിൻ്റെ വർക്കുകൾ, ഒരു ഭാഗത്ത് ബ്ലോക്ക് പതിച്ചുയർത്തി ക്രാഷ് ബാരിയർ വെച്ച് പോയ ഏരിയ കാണാം. നേരെ ഓപ്പോസിറ്റിൽ കോൺക്രീറ്റ് വാളതിൻ്റെ പണികൾ പൂർത്തീകരിച്ച ഭാഗവും കാണാം. അതുപോലെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ലെഫ്റ്റ് ഭാഗത്തിന് കാണാം ആ റോപ്പ് കട്ടിങ് ചെയ്യുമ്പോൾ ആ ഫിനിഷിങ്ങിൽ കട്ട് ചെയ്ത് നല്ല ഡിസൈനിൽ മാർബിൾ ഡിസൈനിൽ കട്ട് ചെയ്ത് വെച്ച ഭാഗം, അതിൻ്റെ വർക്കുകളും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് 6 വരി പാതയുടെ ടാറിംഗ് വർക്കുകളും സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളും 2 ഭാഗത്തെ ബാരിയറും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ ഈ ഏരിയയിൽ കഴിഞ്ഞൊരു ഭാഗമാണ് കാണുന്നത്. ഇനി ഫൈനൽ ടാറിംഗ് വർക്ക് മാത്രമാണുള്ളത്. അതുപോലെ 3 ലൈനുകളെ ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകളും ഈ ചെരിച്ച് ഡിവൈഡറൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്കുകളൊക്കെയാണ്. കാരണം മറ്റു വർക്ക് കഴിഞ്ഞാൽ അതാണ് നടക്കാനുള്ളത്. അപ്പം ഇവിടെയൊക്കെ ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു, ഒക്കെ മണ്ണിട്ട് ഉയർത്തി വന്നതാണ്. എത്രയോ ഹൈറ്റിൽ, നല്ല ഹൈറ്റിൽ ഒരു 5-6 മീറ്റർ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തി ബ്ലോക്ക് പതിച്ചൊക്കെ പണികൾ പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു. ഒരു 6-7 മാസം പോക്കെ ഇവിടെ വളരെ മന്ദഗതിയിലായിരുന്നു. KMC കമ്പനി വളരെ പിറകോട്ട് എന്നുള്ളതൊക്കെ ആക്ഷേപം മാറ്റിയെടുത്ത് KNRCL മലപ്പുറം ജില്ലയുടെ അതേ വേഗത്തിൽ ഇവിടുത്തെ വർക്കുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാന ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ അറപ്പുഴ പാലത്തെ മുന്നുള്ള അണ്ടർപാസിൻ്റെ ഭാഗത്ത് താഴേക്കുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഹൈറ്റിലായിട്ട് അവിടെ സർവീസ് റോഡും ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് ഇപ്പോൾ ഈ ഒരു 3 ലൈനിലൂടെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പാസ് ചെയ്യുന്നത്. നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡ് ഭാഗത്ത് വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്നതിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് ഇതുവഴി കടന്നു പോകാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് വാഹനങ്ങൾ കടന്നു പോകുന്നതും ഈ ഒരു കാലിയായി കിടക്കുന്ന റോഡ് നോക്കികൾ നല്ല രസമുണ്ടല്ലേ കാണാൻ. ഓക്കെ, അപ്പോൾ പാലത്തിൻ്റെ താഴ്ഭാഗത്തേക്കാണ് ഇനി കടന്നു പോകാനുള്ളത്. അപ്പോൾ ആ ഏരിയയിൽ നേരെ ഈ ഭാഗത്തേക്ക് കടക്കേണ്ടതുണ്ട്. അവിടെ പോയി പോകുമ്പോൾ നമുക്ക് അങ്ങോട്ട് കടക്കാൻ അവിടെ ഡിവൈഡർ ക്യാപ്പ് ഉണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ നമുക്കത് ക്രോസ് ചെയ്തിട്ട് അതുവഴി കടന്ന് താഴേക്ക് പോയിട്ട് അറപ്പുഴ പാലത്തിൻ്റെ അടിഭാഗത്തുള്ള ഏറ്റവും പുതിയ വർക്ക് കഴിഞ്ഞ ആ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് കഴിഞ്ഞാൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന അയിഞ്ഞിലം അണ്ടർപാസ് സൂപ്പറാക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടിഭാഗത്ത് പെയിൻറ്റിംഗ് വർക്കുകളൊക്കെ, ഗർഡറിലെ ഗ്രേ വർക്കുകളും അതുപോലെ ബ്ലൂ കളർ പെയിൻറ്റിംഗ് വർക്കുകളൊക്കെ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ എത്രത്തോളമാണ് ഇതിൻ്റെ ഏറ്റവും പുതിയ വർക്കുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ നേരെ ഈ പുഴയുടെ തായ് ഭാഗത്തേക്ക് പോകട്ടോ. അപ്പോൾ പോയി നോക്കാം. അടിപൊളിയാണ്. ഇവിടെ നിന്നുള്ള പുതിയ തരം മെഷീനറി ഉപയോഗിച്ചുള്ള പാലത്തിൻ്റെ ഗർഡർ ലോഞ്ചിങ്ങും അതുപോലെ ക്രെയിന് റെയിൽവേ ട്രാക്ക് വെച്ചിട്ടാണ് ഓരോ ഗർഡറുകളും ആ ട്രോളിയിൽ തള്ളിക്കൊണ്ടെന്ന് ഈ പിയർ ക്യാപ്പിൻ്റെ മുകളിലേക്ക് ഇറക്കി വെക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച എത്രത്തോളം അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയത് ഉള്ളതൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണിക്കട്ടെ. നമ്മൾ ഇതിവരെ അറപ്പേ പാലത്തിൻ്റെ വർക്കുകളൊക്കെ മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് എത്തിയിട്ട് കാണിച്ചിട്ടില്ല. ഇതാദ്യമായിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നുള്ള വളരെ ക്ലിയർ ആയിട്ട് എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകൾ എല്ലാം ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മളിവിടെ എത്തിട്ടോ. ഈ പാലത്തിൻ്റെ പില്ലർ ഉയർന്നു വരാൻ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വെള്ളം അങ്ങനെ വറ്റാറ്. അതുകൊണ്ട് തന്നെ ജങ്കാറൊക്കെ ഉപയോഗിച്ച് പൈലിംഗ് വർക്കുകൾ 6 ചെറിയ പില്ലർ ഉയർത്തി, പിന്നെ ഒരു കോൺക്രീറ്റ് കട്ടിങ്, പിന്നെ ഒരു 2 മീറ്റർ 3 മീറ്റർ ഉയരമുള്ള പില്ലറിൽ പിയർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞ ഒരു ഏരിയയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അടിഭാഗത്ത് നോക്കിയാൽ ചെറിയ പില്ലറിൽ ഒരു 6-8 പില്ലറിലാണത് നിൽക്കുന്നത്. ഇതിന് 2 സൈഡിൽ നിന്നും ജങ്കാറൊക്കെ ഉപയോഗിച്ച് പൈലിംഗ് കുയ്യെടുക്കുന്നതും അതുപോലെ ഈ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് വർക്കുകൾ പൂർത്തീകരിക്കാനുള്ള ഒരു കാലതാമസം. ഇതിൻ്റെ വർക്കുകൾ പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ വളരെ വൈകിയാണ് പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതുപോലെ ക്രെയിന് നമ്മൾ ആ സൈഡിലും ഈ സൈഡിലൊക്കെ ഉപയോഗിച്ച് ഗർഡർ ലോഞ്ചിങ്ങിന് പറ്റില്ല. ഇത് പ്രത്യേക തരം ഒരു മെഷീനറി ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ലോഞ്ചിങ് ഒക്കെ നടക്കുന്നത്. ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് കറക്റ്റ് ഞാൻ നിങ്ങളത് കാണിക്കാം. അപ്പോൾ ഇവിടുത്തെ ഈ ഏരിയയിലൊക്കെ ഇനി ഗർഡർ വെച്ച് ഈ ഭാഗത്തേക്ക് പോകേണ്ടത്. അതേപോലെ ഇതിൻ്റെ മെയിൻ സ്ലാബിൻ്റെ വാർപ്പ് നടക്കാണ്ട് ഇങ്ങോട്ടൊന്നും ഗർഡർ എത്തിയില്ല. ഏകദേശം പകുതിയിലേറായിട്ട് ഈ ഒരു ഏരിയയിലാണ് ഗർഡർ വെക്കാനുള്ളത്. അപ്പോൾ ആ ഒരു പണികളും പൂർത്തീകരിച്ച് മെയിൻ സ്ലാബൊക്കെ വാർപ്പിട്ട് ടാറിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വരാനുണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തെ പാലത്തിന് കേട്ടോ. അപ്പോൾ ഞാൻ ഈ അടിയിൽ നിന്നുള്ള ആ ഒരു കാഴ്ചകളൊന്ന് കുറഞ്ഞ നേരം ആ ക്രെയിനൊക്കെ ആണെങ്കിൽ നല്ല നീളത്തിൽ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ ബെൽറ്റൊക്കെ കെട്ടിയിട്ടാണ് ആ ഗർഡർ ഈ ഭാഗത്ത് ഈ പിയറിന് ലോഞ്ചിങ് ചെയ്യൽ. അതിൻ്റെ മുകൾ ഭാഗത്ത് കറക്റ്റ് ഞാൻ നിങ്ങളത് കാണിക്കാം. ആ ഭാഗത്ത് ഇപ്പോൾ ഗർഡർ ക്രെയിനിൽ വെച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെക്കുന്നുണ്ട്. ആ ട്രോളിയിൽ വെച്ച് തള്ളിക്കൊണ്ടുവന്ന് ഗാൻട്രി ക്രെയിനിലേക്ക് അത് വെച്ച് ഈ ഭാഗത്തേക്ക് നീക്കി കൊണ്ടുവരില്ല കേട്ടോ. ഇത് നല്ല രസമുള്ള കാഴ്ചയാണത്. പക്ഷേ നമുക്ക് ഈ സമയത്ത് അവിടെ വർക്ക് നടക്കുന്നില്ല. അപ്പോൾ നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോയിട്ട് ആ ഏരിയയിൽ നിന്ന് എത്രത്തോളം ഗർഡറുകളാണ് അവിടെ ലോഞ്ചിങ് കഴിഞ്ഞതും അതുപോലെ ഏറ്റവും പുതിയ വർക്കുകൾ എന്താ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പോൾ കടവൂർ റിസോർട്ടിൻ്റെ ആ ഭാഗത്തും ഇതിൻ്റെ മുകളിൽ നിന്ന് ആ പുഴയോരം നല്ല അടിപൊളിയായിട്ടൊക്കെ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം. അത് കഴിഞ്ഞാലാണ് അവിടുന്ന് അങ്ങോട്ടുള്ള 6 വരി പാതയുടെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അയിഞ്ഞില അണ്ടർപാസിൻ്റെ അവിടെ വരെയാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ആ ഏരിയയിലൊക്കെ നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ മുകളിലെത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് ജസ്റ്റ് നമ്മുടെ റിസോർട്ട് കടവൂർ റിസോർട്ടിൻ്റെ ആ ഭാഗം ഒന്ന് കാണിച്ചിട്ട് നേരെ ഈ ക്രെയിൻ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് തന്നെ നമുക്ക് വരാം. അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞ നേരം ഒന്ന് കണ്ടുനോക്കി. അപ്പോൾ ഈ ക്രെയിന് ഈ പിയർ ക്യാപ്പിൻ്റെ ആ ബേസ് കണ്ടത് അതിൽ സ്റ്റാൻഡിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്കും അപ്പോൾ ഓരോ ഗർഡറുകൾ ആ ഭാഗത്ത് വെച്ച് വരുമ്പോൾ പിന്നീട് ഈ ക്രെയിനിൻ്റെ സ്റ്റാൻഡ് അടുത്ത പിയർ ക്യാപ്പ് സെറ്റ് ചെയ്യും. അങ്ങനെ അവിടുന്ന് ട്രോളിയിൽ തള്ളിക്കൊണ്ടെന്ന് ഈ കാണുന്ന ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള ബെൽറ്റിൽ ഈ ഗർഡർ ഘടിപ്പിച്ചാണ് ഇതവിടുന്ന് തള്ളി, അതായത് റിമോട്ടിനാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ മുന്നൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ വർക്ക് ആ റിമോട്ടിനാണ് ഇതൊക്കെ ഈ ക്രെയിന് പിയർ ക്യാപ്പിലേക്ക് ഇറക്കി വെക്കുന്നത്. അപ്പോൾ അതിനുള്ള വീണ്ടും അത് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ അതിൻ്റെ വർക്കുകൾ സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ആ ഭാഗത്ത് ഗർഡർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്കുകളൊന്നും അവിടെ നടക്കുന്നില്ല. പകുതിയോളം ഗർഡറിൻ്റെ പണികൾ ഏകദേശം ആയിട്ടുണ്ട്.
അപ്പോൾ ആ ഭാഗത്ത് എത്രത്തോളം വെച്ചത് കംപ്ലീറ്റ് ചെയ്ത ഏരിയ ഒക്കെ ഞങ്ങളെ കാണിക്കട്ടോ. നമ്മൾ ഈ ഒരു ക്രെയിൻ്റെ വർക്ക് എങ്ങനെ ഇത് ചെയ്യുന്നത് കാണാൻ വേണ്ടി 2 പ്രാവശ്യം നമ്മൾ ഇതുവഴി വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം അന്ന് ഈ ക്രെയിന് ഈ ഭാഗത്തേക്ക് വരുന്ന സമയമായിരുന്നു. അന്ന് നമുക്കിത് എടുക്കാൻ പറ്റില്ല. ഇന്നും ക്രെയിൻ ഗർഡർ വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഗർഡർ വെച്ച ഒരു വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റിയത്. ഓരോ ഗർഡർ ലോഞ്ചിങ് പൂർത്തീകരിക്കണ 1 മണിക്കൂർ ടൈം എടുക്കും കേട്ടോ. കാരണം ഈ പിയറിൻ്റെ മുകളിൽ വെച്ച് ഈ ക്രെയിനൊക്കെ സെറ്റ് ചെയ്തിട്ട് മുകളിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ വളരെ ശ്രദ്ധയോടെയാണ് ഇത് മൂവ് ചെയ്യിക്കൽ. അത് പെട്ടെന്ന് മറ്റുള്ള ഗർഡർ വെക്കുന്നത് പോലെയല്ല, വളരെ പതുക്കെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പണികളൊക്കെ വളരെ മന്ദഗതിയിലും വേഗതയിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ പണികൾ എല്ലായിടത്തും പാലത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഓടുന്ന വീഡിയോകളും നമ്മൾ പലയിടത്തും നിങ്ങളെ കാണിച്ചു. അപ്പോൾ രാമനാട്ടുകര ബ്രിഡ്ജിൻ്റെ വർക്കുകൾ കഴിഞ്ഞു, ടാറിംഗ് വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ ഇപ്പോൾ നമ്മൾ പന്തിരങ്കാവൊക്കെ കണ്ടല്ലോ, അതുപോലെയല്ല ഈ പുഴയോരം ഈ പാടം ഏരിയയിലൊക്കെ വരുന്ന പാലത്തിൻ്റെ. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വെള്ളം കൂടുതൽ നിൽക്കുന്നതായതുകൊണ്ട് തന്നെ തുടക്ക സമയം തന്നെ ടൈം ഒരുപാട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പില്ലർ ഉയർന്നു വരാനുള്ളതൊക്കെ. അപ്പോൾ ഇപ്പോൾ ആ വർക്ക് കഴിഞ്ഞതോടെ തന്നെ ഈ ഗർഡർ വെക്കുന്ന കാര്യത്തിലും വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചൊക്കെ എടുക്കുമ്പോൾ തന്നെ ഓരോ ഗർഡറുകൾക്കും സമയങ്ങൾ എടുത്തെടുത്ത് ആ ഗർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു റെയിൽ ട്രാക്ക് ചെറിയ അതിൽ ട്രോളി വെച്ച് ഈ ഭാഗത്ത് നിന്ന് കൊണ്ടുപോകും. ഗർഡറിൻ്റെ മുകളിലൂടെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ തന്നെ വളരെ ശ്രദ്ധയോടെ തന്നെ അത് നല്ല ടൈം എടുത്താണ് ഇതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനം നമ്മളിപ്പോൾ അയിഞ്ഞിലം അണ്ടർപാസിൻ്റെ ആ ഭാഗത്താണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് പാലത്തിൻ്റെ ഈ ഒരു അറ്റത്ത് മൊത്തം നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അയിഞ്ഞിലം അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം. അതിൻ്റെ മുകളിൽ നിന്ന് അണ്ടർപാസിൽ താഴ് ഭാഗം മുകൾ ഭാഗം ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കട്ടോ. പുതിയ പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന നേരെ ഓപ്പോസിറ്റിൽ എക്സ്കവേറ്ററിൽ മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ഭാഗത്ത് മുന്നേ നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ ഇവിടെ പുൾ ടൗസർ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണ് ലെവലാക്കിയിരുന്നു. ഇന്നും ഇപ്പോൾ ഈ ഏരിയയിൽ അങ്ങനത്തെ വർക്ക് തന്നെ നടക്കുന്നത്. അവിടെ മണ്ണ് കൊണ്ടു തട്ടി ഇങ്ങനെ ഈ പാലത്തിനൊപ്പിച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പാലത്തിൻ്റെ ഈ ഏരിയത്തെ ഏറ്റവും പുതിയ ഇന്നത്തെ വർക്കിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചത്. അയിഞ്ഞലം അണ്ടർപാസ് വരെ 6 വരിപ്പാതയുടെ ടാറിംഗ് വർക്കുകളും സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളും 2 സൈഡിലെ ക്രാഷ് ബാരിയർ, അതിൻ്റെ കേപ്പുകളൊക്കെ സിമെൻ്റ് ഇട്ട് മുകളിലെ ബാരിയറിൻ്റെ ഊപ്സൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ സിമെൻറ്റ് വർക്കുകളും 2 സൈഡിലെ സ്ട്രീറ്റ് ലൈറ്റ് സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്കും അതുപോലെ മെയിൻ റോഡ് ഭാഗത്തേക്കുള്ള സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി ഒന്ന് കത്തിക്കാൻ ടെസ്റ്റിംഗ് നടക്കാൻ മാത്രമല്ല. അതുപോലെ ഫൈനൽ ടാറിംഗ് വർക്കുകളും കഴിഞ്ഞാൽ ഇവിടെ ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കും ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇവിടെയൊക്കെ നല്ല താഴ്ന്നൊരു പ്രദേശമായതുകൊണ്ട് 2 ഭാഗത്തും സൈഡ് വാൾ ബ്ലോക്ക് പതിച്ചുയർത്തി ഏകദേശം ഒരു 10-40 ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ ഉയർത്തി മണ്ണിട്ട് വരുന്ന വർക്കുകളൊക്കെ മുന്നേ നമ്മൾ കാണിച്ചിരുന്നത്. ഇന്ന് വന്നപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അണ്ടർപാസിൻ്റെ ഈ ഭാഗം വരെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് അപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു കാഴ്ചയും കണ്ടിട്ട് വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാം. അടികോക്കികൾ ഗർഡറിൻ്റെ ഗ്രേപ്പ് കളറും അതുപോലെ കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ബ്ലൂ കളർ പെയിൻ്റ് അടിച്ച് തുടങ്ങി. ആ ബാരിയറിൻ്റെ ആ ഭാഗത്ത് നിന്ന് തുടങ്ങി ക്രാഷ് ബാരിയർ അടി പിയറിൻ്റെ ആ ഭാഗത്തൊക്കെ പെയിൻ്റ് അടിച്ച് കിടലാക്കിയിട്ടുണ്ട് അണ്ടർപാസ്. അപ്പോൾ പന്തിരങ്ക മുതൽ അയിഞ്ഞിലം അണ്ടർപാസ് വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.